ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ തേർഡ് സെക്ഷൻ. നമ്മുടെ തേർഡ് സെക്ഷനിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്ന് നോക്കാം, വാട്ട് ഈസ് ദ തേർഡ് സെക്ഷൻ? ഓക്കെ, നമ്മളെ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വാട്ട് ഇസ് സൗണ്ട്, എങ്ങനെ നമ്മൾ ഹ്യൂമൻസ് എങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെ സൗണ്ട് കേൾക്കുന്നു എന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. ആൻഡ് ഇൻ ദിസ് തേർഡ് സെക്ഷൻ, ഹൗ ദ സൗണ്ട് പ്രൊപ്പഗേറ്റ്, എങ്ങനെയാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോ ഞാൻ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൗണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്, നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണിത്. ദ ഹൗ സൗണ്ട് പ്രൊപ്പഗേറ്റ്, എങ്ങനെയാണ് സൗണ്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സി ദ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. അപ്പോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, സൗണ്ട് നീഡ് എ മീഡിയം. whereas the light, എന്തിനാ ലൈറ്റിന് മീഡിയം ആവശ്യമുണ്ടോ? നോ, ലൈറ്റിന് മീഡിയം ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ബട്ട് ദ സൗണ്ട് നീഡ് എ മീഡിയം. സി, sound requires a medium to propagate. Very important point. Okay, sound requires a medium to propagate. ഒരു സൗണ്ടിന് ഒരു മീഡിയം ആവശ്യമുണ്ട്. സൗണ്ടിന് എന്താ ആവശ്യമുണ്ട്? നീഡ് ആ മീഡിയം ടു പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സൗണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്താവശ്യമുണ്ട്? ദ നീഡ് എ മീഡിയം. ദാറ്റ് മീൻ ഒരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ സൗണ്ടിനെ ക്യാരി ചെയ്യണമെങ്കിൽ, ആരെങ്കിലും ഒന്ന് ക്യാരി ചെയ്താൽ മാത്രമേ സൗണ്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുള്ളൂ. Okay, so the sound requires a medium to propagate. Medium may be air, glass, solid, liquid, anything ആയിക്കോട്ടെ. ഒരു മീഡിയം ആർക്ക് ആവശ്യമുണ്ട്? നമ്മുടെ സൗണ്ടിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ സൗണ്ട് ട്രാവൽ ത്രൂ, ഏതിലൂടെയൊക്കെ ട്രാവൽ ചെയ്യും? ഞാൻ പറഞ്ഞു, ദ നീഡ് എ മീഡിയം. ഏതൊക്കെയാവാം ആ മീഡിയം? ദ സൗണ്ട് ട്രാവൽ ത്രൂ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സൗണ്ട് ഏതിലൂടെയൊക്കെ ട്രാവൽ ചെയ്യും? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇതിലൂടെയൊക്കെ നമ്മളെ സൗണ്ട് എന്ത് ചെയ്യാറുണ്ട്? സൗണ്ട് ട്രാവൽ ചെയ്യും. സൗണ്ട് ഡസ് നോട്ട് ട്രാവൽ ഇൻ വാക്വം. സൗണ്ട് എങ്ങനെ ട്രാവൽ ചെയ്യില്ല? വാക്വത്തിൽ ട്രാവൽ ചെയ്യില്ല. അതാണ് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. എന്താണ്, നമ്മളെ സ്പേസിൽ പലതരം സൗണ്ടുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. വലിയ തരത്തിലുള്ള കൂട്ടിയിടിക്കലും വളരെ എക്സ്പോഷൻസും എല്ലാം നടക്കുന്നുണ്ട് അവിടെ. വളരെ നമുക്കത് കേൾക്കുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻ അവിടെ വാക്വം ആയത് കാരണം അവിടെ ഒരു മീഡിയം ഇല്ല. സോ മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യുള്ളൂ. ഓക്കെ, സോ സ്പേസിലുള്ള മിക്കവാറും സൗണ്ടുകൾ നമ്മുടെ എർത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? എത്താതിരിക്കാനുള്ള കാരണം എന്താണ്? ബിക്കോസ് അവിടെ എന്താണ്? വാക്വം ആണ്. ഓക്കെ, വാക്വം ആയത് കാരണം എന്തെത്തില്ല? സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ? സോ വാട്ട് ആർ ദ എക്സാമ്പിൾസ്? നമുക്ക് സൗണ്ട്, ഞാൻ പറഞ്ഞു, സൗണ്ട് സോളിലൂടെ ട്രാവൽ ചെയ്യും, ലിക്വിഡിലൂടെ ട്രാവൽ ചെയ്യും, അതുപോലെ തന്നെ ഗ്യാസിലൂടെ ട്രാവൽ ചെയ്യും. വാട്ട് ആർ ദ എക്സാമ്പിൾസ്? ഏതൊക്കെയാണ് ആ എക്സാമ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. സൗണ്ട് ട്രാവൽ ത്രൂ സോളിഡ്, ത്രെഡ് ഓഫ് എ പേപ്പർ കപ്പ്, ടെലഫോൺ. അല്ലെ, നമ്മൾ പേപ്പർ കപ്പ് ടെലഫോൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, നമ്മൾ കുട്ടികൾ പണ്ട് കളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് സോളിഡിലൂടെ നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. A whale listening to the reflected sound in water to locate its prey. നിങ്ങൾക്കറിയോ, ദ വെയിൽ എന്ത് ചെയ്യാറുണ്ട്? ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. വെയിൽ എന്ത് ചെയ്യാറുണ്ട്? വെയിൽ ഒരു ടൈപ്പ് ഓഫ് സൗണ്ട്, ഇങ്ങനെ ഇൻഫ്രാറെഡ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എന്തിനാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ സൗണ്ട് വേവ്സ് എത്രത്തോളം ദൂരെ പോയി ഹിറ്റ് ചെയ്യുന്നു എന്ന് വേവ്സിന് മനസ്സിലാവും. അപ്പൊ എവിടെയെങ്കിലും പോയി തട്ടുന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ പ്രേ അഥവാ ഇര ഉണ്ടെന്ന് ഈ വെയിലിന് മനസ്സിലാകും. അപ്പോ വെയില് വെള്ളത്തിന്റെ ഉള്ളിൽ അഥവാ വാട്ടറിന്റെ ഉള്ളിൽ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സൗണ്ട് ദീർഘദൂരം സഞ്ചരിക്കുന്നു. അപ്പൊ അവിടെ ഒരു ഹിറ്റ് ചെയ്യുമ്പോൾ വെയിലിന് മനസ്സിലാകുന്നു. സോ ഈ ഒരു കാര്യം ഓൾറെഡി നടക്കുന്ന. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകാം? സൗണ്ട് ഈസ്
traveling in a liquid medium. Liquid medium-ത്തില് നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ what about the gas? We are able to listen sound because sound travel in air. നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് because സൗണ്ട് എയറിലൂടെയും ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ സൗണ്ട് എതിലൂടെ ട്രാവൽ ചെയ്യില്ല? ഇൻ വാക്വം. വാക്വത്തില് സൗണ്ട് ട്രാവൽ ചെയ്യാറില്ല എന്ന കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ സൗണ്ട് എന്ന് പറയുന്നത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഈ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് എല്ലാത്തിലും സൗണ്ട് ട്രാവൽ ചെയ്യും. സൗണ്ടിന് ഒരു മീഡിയം ആവശ്യമാണ്, എന്നാൽ മാത്രമേ അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ വാക്വത്തിലൂടെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യോ? നോ, വാക്വത്തിലൂടെ അത് എന്ത് ചെയ്യാറില്ല മക്കളെ? പ്രൊപ്പഗേറ്റ് ചെയ്യാറില്ല എന്ന് ഓർത്ത് വെക്കാം. ക്ലിയർ? ഓക്കെ, സി യു ക്യാൻ സി, ഇതാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ടിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യു ക്യാൻ സി ഹിയർ. ദിസ് ഇസ് എ പേപ്പർ കപ്പ്. നമ്മൾ ടെലഫോൺ പേപ്പർ കപ്പ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ യു ക്യാൻ സീ ഹിയർ അല്ലെ? ഈ ഒരു ത്രെഡിലൂടെ ഇയാൾ എന്താണോ പറയുന്നത്, ഇത് ത്രെഡിലൂടെ എവിടെ കേൾക്കുന്നു? ഈ ആൾക്ക് കേൾക്കാൻ സാധിക്കും. ദാറ്റ് മീൻ the sound is propagate through solid. സോളിഡിലൂടെയും എന്ത് നമ്മുടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് എ സോളിഡ് മെറ്റീരിയൽ അല്ലെ? നമ്മുടെ പേപ്പർ കപ്പും ത്രെഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു സോളിഡ് മെറ്റീരിയൽ ആണ്. അപ്പോൾ സോളിഡ് മെറ്റീരിയലിലൂടെയും സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ക്ലിയർ? സോ the sound propagate through solid medium. Then what about this? നമ്മൾ കൈയൊക്കെ കൊട്ടാറുണ്ടല്ലോ, ഡെസ്കില് ബെഞ്ചിലൊക്കെ കൊട്ടാറുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ് സൗണ്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ? യെസ്. സോ ഇതും എന്താണ്? എക്സാമ്പിൾ ഫോർ എ സോളിഡ് മീഡിയം. സോളിഡ് മീഡിയം ആണല്ലോ. എയറിൽ നിന്ന് നമ്മൾ സോളിഡ് മീഡിയത്തിൽ നമുക്ക് സൗണ്ട് കേൾക്കാറുണ്ട്. Then what about this? നോക്കുക, ഒരു എയർ മീഡിയം, എയറിൽ നമ്മളൊരു വെള്ളത്തിൽ നമ്മളൊരു ബെല്ല് നമ്മൾ ഇതാക്കുകയാണ്. സോ ഇവിടെ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സൗണ്ട് നമുക്ക് ഇവിടുന്ന് കേൾക്കാവോ? യെസ്, ഓഫ് കോഴ്സ്. സോ ലിക്വിഡ് മീഡിയം അല്ലെ? ലിക്വിഡ് മീഡിയത്തിലും നമുക്ക് എന്താണ്? നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ദാറ്റ് മീൻ ദ സൗണ്ട് പ്രൊപ്പഗേറ്റ് ത്രൂ ദ ലിക്വിഡ് മീഡിയം ഓൾസോ. ആൻഡ് വാട്ട് അബൌട്ട് ദ ഗ്യാസ്? നമുക്ക് അറിയാമല്ലേ, നമ്മൾ പറയുന്ന ഓരോ കാര്യവും നമുക്ക് വേറൊരാൾക്ക് കേൾക്കാൻ സാധിക്കും, എനിക്കും കേൾക്കാൻ സാധിക്കും. ദാറ്റ് ബിക്കോസ് the sound propagate through gaseous medium. So 3 മീഡിയത്തിലൂടെയും സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. Okay, so the propagation of sound will be in a 3 state. കാണുന്നുണ്ടോ നിങ്ങള്? This is a how sound waves. ഇങ്ങനെയാണ് സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്. Okay, this is tuning fork. ഇതെന്താണ് മക്കളെ? ഇതെന്ന് പറയുന്നത് എന്താണ്? ട്യൂണിംഗ് ഫോക്ക് ആണ്. This is a tuning fork. ഈ ട്യൂണിംഗ് ഫോക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ എന്താണ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോ ഇറ്റ് വിൽ ഹാവ് എ വൈബ്രേഷൻ. എന്തുണ്ട്? ഈ ട്യൂണിംഗ് ഫോക്ക് ഞാൻ സ്ട്രൈക്ക് ചെയ്യുമ്പോ വൈബ്രേഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു വൈബ്രേഷൻസ് ഇതിന്റെ പ്രോൺസിൽ ഒരു വൈബ്രേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഹൗ, എങ്ങനെയാണ് ഈ വൈബ്രേഷൻസ് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത്? ഈ വൈബ്രേഷൻസ് നമ്മുടെ എയർ, നമ്മൾ ഇതിന് ചുറ്റുമുള്ള എയർ എന്താണ്? എയറിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ആരെ? ഇതിന് ചുറ്റുമുള്ള എയറിനെ വൈബ്രേറ്റ് ചെയ്യും. എയർ കോളം എന്ത് ചെയ്യും? എയർ കോളം ഓൾസോ വൈബ്രേറ്റ്. ഈ എയർ കോളം എവിടേക്ക് എത്തും? നമ്മുടെ ഇയറിലേക്ക് എത്തും. അതിനുശേഷം നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇയറിലേക്ക് ഒരു സൗണ്ട് എത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നല്ലേ. അപ്പോ നമ്മൾ ഈ ഒരു ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ് ചെയ്യുന്നു. ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള എയർ കോളം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. എയർ കോളം വൈബ്രേറ്റ് ചെയ്ത് അത് ഇയറിലേക്ക് എത്തുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ. ഇനി ഈ ഫിഗറിൽ 2 തരത്തിൽ നമുക്കുണ്ട്. ദർ ഇസ് എ റെയർ ഫ്രാക്ഷൻ. എന്താണ്? റെയർ ഫ്രാക്ഷൻ ആൻഡ് കംപ്രഷൻ. നോക്കുക, നമ്മുടെ വേവ് ഈ ഒരു രീതിയിലാണ് പോവുക. ഇവിടെ ഡെൻസിറ്റി കൂടുതലാണ്,
കണ്ടോ, ഇവിടെ ലൈൻസ് കൂടുതലാണ്, എന്നാൽ ഇവിടെ റെയർ ഫ്രാക്ഷൻ സമയത്ത് ലൈൻസ് കുറവാണ്, എന്നാൽ ഇവിടെ ലൈൻസ് കൂടുതലാണ്. ദാറ്റ് മീൻ ഇങ്ങനെയാണ് നമ്മുടെ എയർ കോളം സഞ്ചരിക്കുക. ഓക്കെ, ഈ ഒരു ഭാഗം കോൺസെൻട്രേറ്റഡ് ആണ്. ദിസ് ഇസ് കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ, കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ എന്ന രീതിയിലാണ് നമ്മുടെ സൗണ്ട് എയറിൽ നിന്ന് ഇയറിലേക്ക് എത്തുന്നത്. ഓക്കെ, വായുവിൽ നിന്ന് നമ്മുടെ ചെവിയിലേക്ക് എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ സൗണ്ട് എങ്ങനെയാണ് എത്തുന്നത്, ആ മീഡിയം എങ്ങനെയാണ് എത്തുന്നത് നോക്കുക. ഈ ഒരു രീതിയിലാണ് എത്തുക. ദാറ്റ് മീൻ ഇതാണ് പാത്ത് വേ. സി എങ്ങനെയാണ്, ദിസ് ഈസ് എ റെയർ ഫ്രാക്ഷൻ, കുറച്ച് കട്ടി കുറവാണ്, എന്നാൽ കട്ടി കൂടുന്നത് കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ, compression, rare fraction, compression, and that sound wave is reaching ear. Okay, ഇങ്ങനെയാണ് സൗണ്ട്. ഇത് എയർ കോളം, ഇതാണ് നമ്മുടെ എയർ കോളം. ഇങ്ങനെയാണ് നമ്മുടെ എയർ കോളം എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ. ഇങ്ങനെയാണ് ഇയർ കോളം വൈബ്രേറ്റ് ചെയ്ത് നമ്മുടെ ഇയറിലേക്ക് എത്തുന്നത്. ഇതിനെയാണ് നമ്മൾ വൈബ്രേഷൻ, ഇയർ കോളം വൈബ്രേറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ദിസ് ഈസ് എ വൈബ്രേഷൻ. ഇങ്ങനെയാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുക. Rare fraction, compression, rare fraction, compression. Clear? See, ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. We have a speaker. നോക്കുക, ഈ RC എന്ന് എഴുതിയത് കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ, കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കംപ്രഷനും എന്താണ് റെയർ ഫ്രാക്ഷനും എന്നൊക്കെ നമുക്ക് നോക്കാം. സി, ഒരു സ്പീക്കറിലൂടെ സൗണ്ട് കേൾക്കാന്ന് വിചാരിക്കാം. ഒരു സ്പീക്കർ ഉണ്ട്, ആ സ്പീക്കറിലൂടെ നമ്മൾ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ സൗണ്ട് എത്തുകയാണ്, സൗണ്ട് മോളിക്യൂൾസ്, നമ്മൾ സൗണ്ട് വേവ്സ് ഇങ്ങനെ എത്തുന്നു. ഈ സമയത്ത് നോക്കുക, കംപ്രഷന്റെ സമയത്ത് അവിടെ കൂടുതൽ സൗണ്ട് ഉണ്ടായിരിക്കും, എന്നാൽ നോക്കുക റെയർ ഫ്രാക്ഷൻ സൗണ്ടിന്റെ വേവ് കുറവാണ്. സി, കംപ്രഷന്റെ സമയത്ത് വേവ് കൂടുതലാണ് അല്ലെ, വലിയ വേവിന്റെ ഹൈറ്റ് കൂടുതലാണ്, എന്നാൽ റെയർ ഫ്രാക്ഷൻ, ദിസ് ഇസ് ദ റെയർ ഫ്രാക്ഷൻ അല്ലെ. നോക്കുക, ഇതാണ് റെയർ ഫ്രാക്ഷൻ. നോക്കുക, വേവ് കുറവാണ്. നോക്കുക, കംപ്രഷന്റെ സമയത്ത് വേവ് കൂടുതൽ, റെയർ ഫ്രാക്ഷൻ സമയത്ത് കുറവ്. പിന്നെയും കംപ്രഷനോട് അടുക്കുമ്പോൾ അവിടെയുള്ള മോളിക്യൂൾസ് എന്താണ്, ഡെൻസിറ്റി നോക്കുക, ഡെൻസിറ്റി കൂടുതലാണ് അല്ലെ. എന്നാൽ ആസ് കമ്പയർഡ് ടു കംപ്രഷൻ നോക്കുക, ഈ സമയത്ത് നമ്മുടെ വേവ് വിൽ ബി അപ്പ്. ആൻഡ് റെയർ ഫ്രാക്ഷന്റെ സമയത്ത് നമ്മുടെ വേവ് എന്തായിരിക്കും, താഴെയായിരിക്കും. ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ, കംപ്രഷൻ എന്ന രീതിയിലാണ് നമ്മുടെ വേവ്സ് ട്രാവൽ ചെയ്യുക. ഓക്കെ, സി ഹൗ propagation or how the sound propagate, എങ്ങനെയാണ് സൗണ്ട് കൃത്യമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ നോട്ട് ആവശ്യമുള്ളവര് ഈ നോട്ട് എടുത്ത് നമ്മൾ നോട്ടായിട്ട് എഴുതി വെക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. The sound produced by a vibrating object. നമ്മൾ പറഞ്ഞു സൗണ്ട് എങ്ങനെയാ മക്കളെ പ്രൊഡ്യൂസ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ അല്ലെ. അതിന് സംശയമൊന്നും ഇല്ലല്ലോ, ഇല്ല. ട്രാവൽ ത്രൂ എ മീഡിയം ടു എ ലിസണർ. എന്ത് ആവശ്യമുണ്ട്, ഒരു മീഡിയം ആവശ്യമുണ്ട്. ഏതൊക്കെയാവാം ആ മീഡിയം? ദ മീഡിയം ക്യാൻ ബി സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഏത് മീഡിയവും ആകാം. when an object vibrate, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ what happen? the particles around the medium vibrate. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മൾ തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ട്യൂണിംഗ് ഫോക്ക് ഞാൻ എന്താണ് ഒന്ന് ജസ്റ്റ് അടിച്ചപ്പോ എന്ത് സംഭവിച്ചു, ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ് ചെയ്തു, അതിന്റെ കൂടെ അതിന് ചുറ്റുമുള്ള എയർ അതും എന്ത് ചെയ്തു, വൈബ്രേറ്റ് ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ പാർട്ടിക്കിൾ അറൌണ്ട് ദ മീഡിയം വൈബ്രേറ്റ്. അതിന് ചുറ്റുമുള്ള മീഡിയവും എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദ പാർട്ടിക്കിൾ ഇൻ കോണ്ടാക്ട്, ദ പാർട്ടിക്കിൾ ഇൻ കോണ്ടാക്ട് വിത്ത് എ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. ദ പാർട്ടിക്കിൾ ഇൻ കോണ്ടാക്ട് വിത്ത് ദ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട് first displaced from the equilibrium position. Okay, equilibrium position നിന്ന് ആദ്യം എന്ത് ചെയ്യും, displace ചെയ്യും. And then it exert a force on adjacent particle and adjacent particle is displaced from the position of rest. That means ഒരു പാർട്ടിക്കിൾ ആദ്യം പോകുന്നു, അതിനുശേഷം അടുത്തത് എന്ന രീതിയിലാണ് പറയുന്നത്.
After displacing the adjacent particle, the first particle come back to its original position. ആദ്യം പോയ ഇതെന്തായി? ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തുന്നു. This process repeat in a medium till the sound reach the ear. മനസ്സിലായോ? ഇയറിലേക്ക് എത്തുന്നത് വരെ ഇതെന്താണ്? ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം പോയത്, പിന്നെ അവസാനം, പിന്നെ അടുത്തത് എന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഇയറിലേക്ക് ആ സൗണ്ട് വേവ് എത്തുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം, കൃത്യമായിട്ട് കേൾക്കുക. The particle in contact with the vibrating object, ആ വൈബ്രേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന് ചുറ്റുമുള്ള പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഡിസ്പ്ലേസ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അവരുടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യും? ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് മാറും. ഓക്കെ, അതിന് ചുറ്റുമുള്ള എയറിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി then it exert a force on adjacent particles. ഇപ്പോ എന്റെ പെന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. എന്റെ പെന്നിന് ചുറ്റുമുള്ള എയർ കോളം എന്ത് ചെയ്യും? തൊട്ടടുത്ത എയർ കോളം ഒന്ന് മാറി നിൽക്കും. അത് അങ്ങനെ മാറി നിന്നത് കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഫോഴ്സ് കൊണ്ട് അതിന്റെ തൊട്ടടുത്തുള്ള ഭാഗം മാറി നിൽക്കും. ഓക്കെ, that it exert a force on an adjacent particles. The adjacent particles is displaced from its position of rest. ഇനി എന്ത് ചെയ്യും? After displacing the adjacent particle, എന്താണ്? The first particle come into rest. It will come into the first position or the original position. ഈ രീതിയിലാണ് നമ്മുടെ വേവ് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് എന്താണ്? ഇയറിലേക്ക് എത്തുന്നത്. ക്ലിയർ? ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിഞ്ഞു വെക്കുക, നോട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കാൻ സാധിക്കും. ഇത് ഇങ്ങനെ വരാറില്ല, എന്നാലും അറിഞ്ഞു വെക്കുക, ബിക്കോസ് ഹയർ ക്ലാസ്സുകളിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, the disturbance produced by a vibrating body. The disturbance produced by a vibrating body travel through the medium, but the particle do not move forward themselves. നോക്കുക, a wave is disturbed. A wave is a disturbance. ഇപ്പൊ എന്താണ് ഒരു വേവ് എന്ന് പറയുന്നത്? What is a sound wave actually? എങ്ങനെയാണ് നമ്മുടെ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുക? See, this is actually a sound wave. ഇങ്ങനെയാണ് വേവ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ആസ് എ വേവ്. അപ്പൊ എങ്ങനെയാണ്? a wave എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആണ്. വേവ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, a wave is a disturbance which moves through a medium. ഒരു മീഡിയത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഡിസ്റ്റർബൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വേവ് എന്ന് വിളിക്കുന്നു. ബൈ എ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ ഓഫ് എ മീഡിയം. ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന, ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്? വേവ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നോക്കുക, സോ സൗണ്ട് ഈസ് കൺസിഡർഡ് ആസ് എ വേവ്. അപ്പൊ എന്താണ്? സൗണ്ട് ഈസ് എ വേവ്. എന്താണ്? സൗണ്ടിനെ നമ്മൾ ഇനി മുതൽ എന്താ വിളിക്കാൻ പോകുന്നത്? സൗണ്ട് ഈസ് എ വേവ്. സൗണ്ട് എന്ന് പറയുന്നത് വേവ് ആണ്. സിൻസ് sound waves are produced due to vibration of particles of medium. ഇനി മുതൽ സൗണ്ട് എന്നല്ല പറയാം, നമ്മൾ ഇനി എന്താ വിളിക്കുക? സൗണ്ട് വേവ്സ്. അപ്പൊ എങ്ങനെയാണ്? the sound waves are produced. എങ്ങനെയാണ്? due to the vibration of particles of a medium. Sound waves are called mechanical wave. എന്താണ്? mechanical wave. Very important one. മെക്കാനിക്കൽ വേവ്. അപ്പൊ എന്താണ് മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്? ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. ദ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം. ഒരു പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്. ക്ലിയർ? എന്താണ് സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്? ഒരു വൈബ്രേഷൻ, ഏതെങ്കിലും ഒരു മീഡിയത്തിലെ ഒരു പെന്നോ എനിത്തിങ് അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ മീഡിയത്തിനുള്ളിലുള്ള ആ ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് വേവ് ഈസ് എ മെക്കാനിക്കൽ വേവ്. ക്ലിയർ? അതെന്താണ്? മെക്കാനിക്കൽ വേവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, യു ക്യാൻ സീ ഹിയർ. ഇത് എന്ത് ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ ആണ്?
Which type of propagation is this? ഇത് എന്ത് ടൈപ്പ് പ്രൊപ്പഗേഷൻ ആണെന്ന് പറഞ്ഞേ. Which type propagation is this? Solid propagation ആണ് അല്ലെ. സോളിഡിലൂടെ നമ്മുടെ എന്ത് ട്രാവൽ ചെയ്യുന്നു? സൗണ്ട് വേവ്സ് ഈ ഒരു സ്ട്രിങ്ങിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് എവിടെ എത്തുന്നു? നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നു. That means this is a solid propagation. Okay, solid propagation ആണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ദ പ്രൊപ്പഗേഷൻ ഇസ് ഇൻ എ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഈ 3 സ്റ്റേറ്റുകളിലും നമുക്ക് പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് മീൻ 3 സ്റ്റേറ്റുകളിലൂടെയും സൗണ്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കാം. എന്നാൽ എങ്ങനെ? അതിനൊരു വേരിയേഷൻസ് ഉണ്ട്. എല്ലായിടത്തും ഒരുപോലെ നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഒരേ സൗണ്ട്, ഇപ്പം ഈക്വൽ സൗണ്ട് ഞാൻ സോളിഡിൽ കൊടുക്കുന്നു, ലിക്വിഡിൽ കൊടുക്കുന്നു, ഗ്യാഷ്യസിൽ കൊടുക്കുന്നു. ഏറ്റവും നന്നായിട്ട് സൗണ്ട് ഇതിലൂടെയാണ് കേൾക്കുക? നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് ഇസ് ദ മോളിക്യൂൾസ്. ഇതാണ് നമുക്കറിയാം സോളിഡിലെ മോളിക്യൂൾസ് എങ്ങനെയാണ്? ടൈറ്റ്ലി പാക്ഡ് ആണ് അല്ലെ. സോളിഡില് ദ മോളിക്യൂൾസ് ആർ ടൈറ്റ്ലി പാക്ഡ്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ്സിൽ എങ്ങനെയാണ്? കുറച്ച് വിട്ടാണ്. എന്നാൽ ഇൻ എ ഗ്യാഷ്യസ് സ്റ്റേറ്റ് വളരെ ഫാർ അവേ ആയിട്ടാണ് അവരുടെ പാർട്ടിക്കിൾസ് ഉള്ളത്. അതാണ് ദിസ് ദ പാർട്ടിക്കിൾസ്. ഓക്കെ, എന്നാൽ നമ്മുടെ ലിക്വിഡ്സിൽ എങ്ങനെയാണ്? കുറച്ച് അടുത്തടുത്താണ്. സോളിഡിൽ വളരെ ക്ലോസ് ആണ് അല്ലെ. വളരെ ക്ലോസ് ആയിട്ടാണ് നമ്മുടെ പാർട്ടിക്കിൾസ് ഉള്ളത്. നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദിസ് ഇസ് എ സോളിഡ്, ലിക്വിഡ് ആൻഡ് ദിസ് ഇസ് ഗ്യാസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്യാം. ഐ ഹാവ് എ ലൗഡ് സ്പീക്കർ ഹിയർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ലൗഡ് സ്പീക്കർ. ഒരേ ശബ്ദം, ഒരേ ഹേർട്സ് ഉള്ള, ഒരേ ഫ്രീക്വൻസി ഒക്കെ ഉള്ള ശബ്ദം ഞാൻ ഈ സോളിഡിലേക്ക് കൊടുക്കുന്നു, ലിക്വിഡിലേക്ക് കൊടുക്കുന്നു, ഗ്യാഷ്യസിലേക്ക് കൊടുക്കുന്നു. ഈക്വൽ സൗണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊപ്പഗേഷൻ, ദ പ്രൊപ്പഗേഷൻ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തൊക്കെ വ്യത്യാസമാണ് സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും പ്രൊപ്പഗേഷൻ സമയത്ത് നടക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് എന്താണ്? സോളിഡ് ആണ്. സോളിഡ് മെറ്റീരിയലിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. Component particles of a solid material, because of their proximity, sound travel with a greater speed. Very important. നമ്മുടെ സൗണ്ട് സോളിഡിൽ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുക? വിത്ത് എ ഗ്രേറ്റർ സ്പീഡ്. വളരെ സ്പീഡിലാണ് സോളിഡിൽ എന്ത് ട്രാവൽ ചെയ്യുക? നമ്മുടെ സൗണ്ട് ട്രാവൽ ചെയ്യുക. വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? എന്തുകൊണ്ടായിരിക്കാം? ബിക്കോസ് നമ്മുടെ സോളിഡില് ദ മോളിക്യൂൾസ് ആർ ടൈറ്റ്ലി പാക്ഡ്. സംശയമില്ലല്ലോ, വളരെ അടുത്തടുത്താണ് മോളിക്യൂൾസ് പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു സൗണ്ട് വേവ് വരുമ്പോ ഈ സൗണ്ട് വേവിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? എന്റെ ഫസ്റ്റ് ഉള്ള ഈ മോളിക്യൂൾസ് ആണ്. ഈ മോളിക്യൂൾസിൽ നിന്ന് അടുത്ത മോളിക്യൂൾസിലേക്ക് വേവ് എത്തുന്നു, തൊട്ടടുത്ത മോളിക്യൂൾസിലേക്ക് എത്തുന്നു, അങ്ങനെ എത്തുന്നു. അപ്പൊ എന്റെ തൊട്ടടുത്തേക്ക് എനിക്കൊരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എന്റെ സൗണ്ട് വേവിനെ കൊടുക്കാലോ. അതിന്റെ തൊട്ടടുത്തുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ മോളിക്യൂൾസിനെ എന്റെ സൗണ്ട് വേവിനെ ഇങ്ങനെ ക്യാരി ചെയ്ത് പോകാലോ അല്ലെ. എന്നാൽ എന്റെ ഈ മോളിക്യൂൾസ് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലോ സൗണ്ട് വേവ് എത്താൻ കുറച്ച് സമയം എടുക്കും അല്ലെ. ഒരു മോളിക്യൂളും മറ്റൊരു മോളിക്യൂളും തമ്മിൽ അകലമാണുള്ളെങ്കിൽ ക്യാരി ചെയ്യാൻ എന്ത് സംഭവിക്കും? സമയമെടുക്കും. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻ സോളിഡ് എന്താണ്? സൗണ്ട് ട്രാവൽ ഇൻ എ ഗ്രേറ്റർ സ്പീഡ്. സൗണ്ട് എന്താണ്? ഗ്രേറ്റർ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുക എന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ? അപ്പോ അതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്? വിൽ ബി ഫാസ്റ്റർ. The propagation is faster in a solid medium. Solid mediumത്തില് propagation fast ആണെന്ന് ഓർത്ത് വെക്കുക. Then what about the liquid medium? എന്താണ് ലിക്വിഡ് മീഡിയത്തിൽ? നമുക്ക് നോക്കാം. See, in liquid medium എങ്ങനെയാണ്? പാർട്ടിക്കിൾസ് അത്ര ക്ലോസ്ലി പാക്ഡ് അല്ല, ഒരു കുറച്ച് വിട്ടിട്ടാണ് നമ്മുടെ ലിക്വിഡ്സിലുള്ളത്. What about the liquid? The component particles of a liquid substance further apart. ആണല്ലോ, കുറച്ച് ദൂരമായിട്ടാണ് മോളിക്യൂൾസ് സ്ഥിതി ചെയ്യുന്നത്. സോ ദാറ്റ് അത് കാരണം സൗണ്ട് ട്രാവൽ അറ്റ് എ സ്ലോവർ സ്പീഡ് ദാൻ
സോളിഡ്. അത് കാരണം എന്താണ്, നമ്മുടെ മോളിക്യൂൾസ് അത്ര അടുത്തല്ലാത്തത് കാരണം നമ്മളെ സ്ലോവർ ആയിട്ടാണ് ലിക്വിഡ്സിൽ ട്രാവൽ ചെയ്യുക. ഓക്കെ, ദ സൗണ്ട് ട്രാവൽ at a slower speed than സോളിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡ്സിൽ കുറച്ച് കുറവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്ര സോളിഡിന്റെ അത്ര ഫാസ്റ്റർ അല്ല സൗണ്ട് ലിക്വിഡില് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ഗ്യാസ്? ദ ലാസ്റ്റ് വൺ ഇസ് ഗ്യാസ് അല്ലെ. ദ കോമ്പണന്റ് പാർട്ടിക്കിൾസ്, ദ ഗ്യാസ്. Okay, the component particles of gas even further apart. ഈ പിന്നെയും എന്താണ്, വളരെയധികം ദൂരെയാണ് ഈ ഓരോ മോളിക്യൂൾസ് ഉള്ളത് അല്ലെ. That means they are so far. ഓരോന്നും എന്താണ്, വളരെയധികം far away ആണ്. സോ മോളിക്യൂൾസ് ഫാർ അവേ ആകുമ്പോൾ എനിക്ക് കിട്ടിയ എന്റെ സൗണ്ട് വേവ്സിനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ എന്താണ്, കുറെ സമയം എടുക്കും. ദാറ്റ് മീൻ ഒരു മോളിക്യൂൾസ് ഇവിടെയാണെങ്കിൽ മറ്റൊരു മോളിക്യൂൾസ് എവിടെയോ ദൂരെയാണ്. സോ ഇത് ക്യാരി ചെയ്ത് പോകുമ്പോൾ സമയം എടുക്കും. ദാറ്റ് മീൻ വേവ് ട്രാവൽ ചെയ്യുന്നത് വളരെ സ്ലോവർ ആയിരിക്കും. ഓക്കെ, സോ ദ കോമ്പണന്റ് പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ് even further apart so that sound travel in a slower speed than in liquid and gas. ലിക്വിഡ്സിനെയും ഗ്യാസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡ്സിനെയും സോളിഡ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസിൽ എന്താണ്, വളരെ സ്ലോയിലാണ് നമ്മുടെ സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഭയങ്കര അതിശയപ്പെടും അല്ലെ. നമ്മളിപ്പോ കേൾക്കുന്നത് സൗണ്ട് നമ്മളിപ്പോ കേൾക്കുന്നത് ഗ്യാഷ്യസ് മീഡിയത്തിലാണ്. അപ്പൊ വളരെ സ്ലോവർ ആയിട്ടാണ് നമുക്ക് കേൾക്കുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പൊ നിങ്ങളൊരു സോളിഡിലാണ് സൗണ്ട് കേൾക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സോളിഡിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യാനുള്ള കഴിവ് സോളിഡിലുണ്ട്. അപ്പൊ ഇതൊരു 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അസേർഷൻ ആൻഡ് റീസണിംഗിൽ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പോ ഏറ്റവും കൂടുതൽ സ്പീഡ് എവിടെയാണ്? ഇൻ ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാഷ്യസ്. ഏതാണ്? ഇൻ സോളിഡിലാണ് നമ്മുടെ സൗണ്ട് ഏറ്റവും സ്പീഡിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻ സോളിഡ് വിത്ത് എ ഗ്രേറ്റർ സ്പീഡിലാണ് നമ്മുടെ സോളിഡിലൂടെ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ സോളിഡ് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നമുക്ക് എന്ത് പറയാം? ലിക്വിഡ് ആണ്. അതിലും വളരെ സ്ലോവർ ആയിട്ടാണ് ഇവിടെ ഗ്യാഷ്യസ് മീഡിയത്തില് the sound propagate ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഈ പോയിന്റുകളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ക്ലാസ് കേൾക്കുന്നതിന്റെ കൂടെ തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. യു ക്യാൻ സീ ഹിയർ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. Sound requires contact. That means sound need a medium. നമ്മുടെ സൗണ്ടിന് എന്ത് ആവശ്യമുണ്ട്? ഒരു മീഡിയം സൗണ്ടിന് ആവശ്യമുണ്ട്. സൗണ്ടിന് മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ, അഥവാ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് നോക്കാം എത്രത്തോളം സ്പീഡ്. നമ്മൾ പറഞ്ഞു we have solid, liquid and gaseous medium to propagate. എന്നാൽ ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇൻ സോളിഡ് മീഡിയത്തിലായിരിക്കും ഏറ്റവും നന്നായിട്ട് സൗണ്ട് സ്പീഡിൽ ട്രാവൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ സ്പീഡ്? എത്രയാണ് സ്പീഡ് എന്നാണ് നോക്കാൻ പോകുന്നത്. this is the solid, liquid and gas. Solid, liquid and gas. നോക്കാം, സോളിഡില് നമ്മുടെ മോളിക്യൂൾസ് വളരെ ടൈറ്റ്ലി പാക്ഡ് ആണ്. എന്നാൽ ആസ് കമ്പയർഡ് ടു ലിക്വിഡ് കുറച്ച് ലൂസ്ലി പാക്ഡ് ആണ്. എന്നാൽ ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് മോളിക്യൂൾസ് വളരെയധികം ലൂസ്ലി പാക്ഡ് ആണ്. ദേ ആർ ഫാർ അവേ ഫ്രം ഈച്ച് അതർ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സൗണ്ട് വേവ്സ് എത്തുമ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇൻ സോളിഡ്. എന്നാൽ നമ്മുടെ ലിക്വിഡിൽ എങ്ങനെയാണ്? ഇത് എത്തുന്നു, നെക്സ്റ്റ് ഇവിടെ എത്താൻ കുറച്ച് സമയം എടുക്കും. ഒരു ലാഗ് ഉണ്ട് അല്ലെ. എന്നാൽ ഇന്നെ ഗ്യാസ് നോക്കുക, ഇവിടെ എത്തി, പിന്നെ അത് ഇവിടെ എത്താൻ നല്ല ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻ വാട്ട് അബൌട്ട് ദ സ്പീഡ്? നമുക്ക് നോക്കാം. ഒരു ആക്യുറേറ്റ് സ്പീഡാണ്, ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്ന സ്പീഡാണ്. ആക്യുറസി ഇല്ല, ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു സ്പീഡാണ് പറയുന്നത്. ദ സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ഇൻ സോളിഡ് ഈസ്
3350 meter per second. ഒരു സെക്കൻഡില് 3350 meter ട്രാവൽ ചെയ്യും ഇൻ സോളിഡ്. ഓക്കെ, അപ്പൊ സൗണ്ട് ട്രാവൽ ചെയ്ത സ്പീഡാണ് പറയുന്നത്. ഇൻ ലിക്വിഡ് ഇറ്റ് ഈസ് 1525 meter per second. And what about in gas? ഗ്യാസില് 343 meter per second. That mean ഇവിടെ എങ്ങനെയാണ് പ്രൊപ്പഗേഷന്റെ റേറ്റ് വളരെയധികം കുറവ് എവിടെയാണ്? ഗ്യാസിലാണ്. ഓക്കെ, എന്നാൽ വളരെയധികം സ്പീഡ് കൂടുതൽ എവിടെയാണ്? സോളിഡിലാണ്. So which of the above could be better medium? അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല മീഡിയം സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ, സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ the best medium എന്ന് പറയുന്നത് ഏതായിരിക്കും? The sound does not travel in space. ആലോചിച്ച് വെക്കുക, sound does not travel in space. There is no air. അവിടെ എന്തില്ല? സ്പേസിൽ എയർ ഇല്ല. To carry the sound. സൗണ്ടിനെ ക്യാരി ചെയ്യാൻ എന്തില്ല? ഒരു മീഡിയം ഇല്ല. സൗണ്ടിന് എപ്പോഴും ഒരാൾ ക്യാരി ചെയ്തുകൊണ്ടേയിരിക്കണം. മോളിക്യൂൾസ് എന്ത് ചെയ്യണം? ഇവിടെയുള്ള മോളിക്യൂൾസ് ഈ മോളിക്യൂൾസിന് കൊടുത്തു, ആ മോളിക്യൂൾസ്, അങ്ങനെ മോളിക്യൂൾസുകൾ തമ്മിൽ ക്യാരി ചെയ്ത് പോണം. പക്ഷെ ഇവിടെ എയർ മോളിക്യൂൾസ് ഇല്ല, ക്യാരി ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് എവിടെ ട്രാവൽ ചെയ്യില്ല? സ്പേസിൽ അഥവാ വാക്വത്തിൽ ട്രാവൽ ചെയ്യില്ല. ആൻഡ് വാട്ട് അബൌട്ട് ദ ക്വസ്റ്റ്യൻ? നോക്കുക, വിച്ച് ഇസ് ദ ബെറ്റർ മീഡിയം? ഏതാണ് ദ ബെറ്റർ മീഡിയം? ഒന്ന് പറഞ്ഞേ. ഇത്രയും നമ്മൾ ഡാറ്റകൾ തന്നു, ഇത്രയും എക്സ്പെരിമെന്റ് പോലെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തന്നു. വിച്ച് ഇസ് ദ ബെറ്റർ മീഡിയം? നമുക്ക് we have a solid, liquid and gas. Which is the best medium for the propagation of sound? Sound propagate ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് ഏതാണ്? Of course that is a solid medium. ഏതായിരിക്കും മക്കളെ? The solid, the best, better medium എന്ന് പറയുന്നത് ഏതാണ്? Solid medium, because in solid medium the sound propagate in a faster way as compared to liquid and ഗ്യാസ്. ലിക്വിഡും ഗ്യാസിനെയും കമ്പയർ ചെയ്യുമ്പോൾ സോളിഡ് മീഡിയത്തിൽ വളരെ ഫാസ്റ്റർ ആയിട്ട് ട്രാവൽ ചെയ്യാറുണ്ട്. വി ഹാവ് ദ ഡാറ്റ ഹിയർ. നമുക്ക് ഡാറ്റാസ് ഉണ്ട്. നോക്കുക, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ ഗ്യാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡാറ്റയാണ്. 344 meter per second. And speed of sound in liquid എന്ന് പറയുന്നത് 1100 meter per second. And speed of sound in solid എന്ന് പറയുന്നത് 5000 meter per second. Speed of sound waves depend upon the very important നമ്മുടെ സൗണ്ട് വേവ്സ്, ദ സ്പീഡ് ഓഫ് സൗണ്ട് വേവ്സ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ എന്തിനെയാണ്? ദ സ്ട്രെങ്ത് ബോണ്ട് ബിറ്റ്വീൻ ആറ്റംസ്. ആറ്റങ്ങൾ തമ്മിലുള്ള ആ ബോണ്ടിന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. Why is the helium so high and what is the examples of this high speed? എന്തിനാണ് ഹീലിയം ഇത്ര ഭയങ്കര ഹൈ ആയിട്ടാവുന്നത്? and what is the reason? ബിക്കോസ് എന്താണ്? നിങ്ങളൊന്ന് നോക്കിയേ, ഹീലിയത്തിന്റെ സ്പീഡ് നോക്കുക. ഗ്യാസിൽ ഏറ്റവും സ്പീഡ് കൂടിയത്, ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്? യു ക്യാൻ സി this is the gaseous substance. we can carbon dioxide, oxygen, air, helium. എന്നാൽ ഈ എല്ലാത്തിന്റെയും സ്പീഡ് നിങ്ങളൊന്ന് നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, എയർ, ഹീലിയം. എന്നാൽ ഹീലിയത്തില് നമ്മുടെ സൗണ്ട് വേവ്സ് വളരെ ബെറ്റർ ആയിട്ട് ട്രാവൽ ചെയ്യും. ബെറ്റർ, ഫാസ്റ്റർ ആയിട്ട് എന്താ ട്രാവൽ ചെയ്യും. ബിക്കോസ് ആസ് കമ്പയർ ടു അതർ ഗ്യാസ്, ബാക്കിയുള്ള ഗ്യാസുകളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹീലിയം എന്താണ്? ഇറ്റ്സ് സോ ഫാസ്റ്റ്. 965 meter per second. അപ്പോ നമ്മുടെ ഹീലിയം മീഡിയത്തില്, ഹീലിയം ഗ്യാസിലൂടെയാണ് നമ്മുടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി മൂവ് ഫാസ്റ്റർ. ഓക്കെ, അതാണ് ഇതിന്റെ റീസൺ. സി, ലിക്വിഡ് ക്ലോറോഫോം ഉണ്ട്, ഈ എത്തനോൾ ഉണ്ട്, മെർക്കുറി ഉണ്ട്, വാട്ടർ. ഏറ്റവും കൂടുതൽ സ്പീഡിൽ ആരാ ട്രാവൽ ചെയ്യുക? വാട്ടർ. യു ക്യാൻ സീ ഹിയർ, വെള്ളത്തിലാണ് ഏറ്റവും നന്നായിട്ട്. ഇൻ ലിക്വിഡ്, ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റയിൽ ലിക്വിഡ്സില് വാട്ടറിലാണ് ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യാം. ആൻഡ് വാട്ട് അബൌട്ട് ദ സോളിഡ്സ്? സോളിഡ്സിൽ നമുക്ക് ലെഡ് ഉണ്ട്, കോപ്പർ, ഗ്ലാസ് ആൻഡ് സ്റ്റീൽ. യു ക്യാൻ സീ, സ്റ്റീലാണ് ഏറ്റവും സൗണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്റ്റീൽ ഗ്ലാസുകളൊക്കെ നിങ്ങളൊന്ന് മുട്ടി നോക്കൂ, ഭയങ്കര സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? നല്ല സൗണ്ട് നമുക്ക് എവിടെയോ നമുക്ക് കേൾക്കാം. എന്തുകൊണ്ടാ? ബിക്കോസ് സ്റ്റീലിന് എന്താണ്? നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദാറ്റ് ഈസ് 5960. ദാറ്റ്സ് സോ ഗ്രേറ്റ്.
മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഏറ്റവും നന്നായിട്ട് നമ്മുടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സോളിഡ് ആണ്. സോളിഡിൽ ഏറ്റവും നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഇസ് എ സ്റ്റീൽ. ഇൻ ലിക്വിഡ് ദാറ്റ് ഇസ് വാട്ടർ. ഇൻ ഗ്യാഷ്യസ് ദാറ്റ് ഇസ് ഹീലിയം. എക്സാമിന് 1 മാർക്കിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഔട്ട് ഓഫ് സിലബസ് എന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ആൻഡ് അസേർഷൻ ആൻഡ് റീസണിങ്ങിലും ഒക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ ഈ കാര്യങ്ങളും ഈ ഡാറ്റകളൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. അറ്റ്ലീസ്റ്റ് സോളിഡിൽ സ്റ്റീൽ ആണെന്നും ലിക്വിഡ്സിൽ വാട്ടർ ആൻഡ് ഗ്യാഷ്യസിൽ ഹീലിയം ഇസ് കമ്പയർഡ് ബെറ്റർ വൺ എന്നുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ യുവർ എക്സാംസ്. ഓക്കെ, എക്സാമിന്റെ സമയത്ത് ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. Okay, these are the data about the speed of sound in a different medium. Okay, see, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിലുള്ളത്. സോ സ്റ്റേ ട്യൂൺഡ്.